ഹലോ, ജോജിമാസ് കിച്ചൺ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടല്ല. ഇന്ന് നമ്മൾ ഒരു ഒരു വിചിത്രമായ കാഴ്ചയാണ്. എനിക്ക് വിചിത്രമായിരുന്നു, നിങ്ങൾക്ക് വിചിത്രമാണോ എന്നൊന്ന് കണ്ടു നോക്കൂട്ടോ. വീക്കെൻഡ്സിൽ നാട്ടിൽ പോകുന്ന സമയത്താണ് പലപ്പോഴും കസിൻസിൻ്റെ വീട്ടിലൊക്കെ പോകാൻ പറ്റുന്നത്. അങ്ങനെ ഒരു വീക്കെൻഡ് പോയ സമയത്താണ് സിനിത്താടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ കസിനാണ്. അവിടെ ആ വീടിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ആ വീടിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ പുഴയോട് ചേർന്നിട്ടാണ് ആ വീട് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഈ റിസോർട്ടിലൊക്കെ സ്റ്റേക്കേഷന് പോകില്ലേ എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഫീലാണ് അവിടെ. വീടിൻ്റെ ബാക്ക് സൈഡിൽ നല്ല കാറ്റും അങ്ങനെ ഒരു ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. ആ റിലാക്സേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് സിനിത്തയാണെന്നുണ്ടെങ്കിൽ ഒരു കർഷകയാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരുപാട് ടൈപ്പ് ഓഫ് എക്സോട്ടിക് ഫ്രൂട്ട്സ് സിനിത്തയുടെ ഗാർഡനിലുണ്ട്. വീടിൻ്റെ ബാക്ക് സൈഡ് ഫുള്ളും ഗാർഡനാണ്. പല ടൈപ്പിലുള്ള ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ട് അവിടെ. ഇപ്പോൾ ഞാൻ ലുലുവിലാണ് ലഗോൺ ഫ്രൂട്ട്, ഡ്രാഗൺ ഫ്രൂട്ട്, അങ്ങനെ എന്തൊക്കെ തരം. ഇപ്പോൾ മംഗോസ്റ്റിനും റംബൂട്ടാനും ഒക്കെ ഒരുവിധം കോമൺ ആണ്. പക്ഷെ അതല്ലാത്ത വൈറ്റ് കളറിലുള്ള ഞാവൽ, അങ്ങനെ പല തരത്തിലുള്ള ഫ്രൂട്ട്സാണ് സിനിത്ത വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. ഈ ബാക്ക് സൈഡ് മാത്രമല്ല, ടെറസിൻ്റെ മുകളിൽ ഡ്രമ്മുകളിലായിട്ടും ഒരുപാട് ഫ്രൂട്ട്സ് പുള്ളിക്കാരി ഇതുപോലെ കൃഷി ചെയ്യുന്നുണ്ട്. ഈ ഡ്രാഗൺ ഫ്രൂട്ട് ആണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട് അവിടെ ചെന്നപ്പോൾ. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി, നമ്മുടെയൊക്കെ കാലാവസ്ഥയിൽ ഇതിനും മാത്രം ഫ്രൂട്ട്സ്, ഇമ്പോർട്ടഡ് ഫ്രൂട്ട്സ് ഇവിടെ വളരുമോ എന്നുള്ളത്. അപ്പോൾ സിനിത്ത, എനിക്ക് ചോദിക്കാനുള്ളത്, എങ്ങനെയാണ്, എന്തൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ്, എന്തൊക്കെ കെയറാണ്? എന്തായാലും ഉറപ്പാണ് അത്രയും കെയർ ചെയ്താലും മാത്രമേ ഇതിന് മാത്രമുള്ള സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ വളരുള്ളൂ എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെ കെയറാണ്, എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ആണ്? മാത്രമല്ല, ഇപ്പം നമുക്ക് അറിയാത്തത്രയും പേരുകളുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെ ടൈപ്പ് സാധനങ്ങളാണ്, ഇതിൻ്റെ പേരുകൾ, അങ്ങനെ എല്ലാം ഒന്ന് വിശദമായിട്ട് പറഞ്ഞു തരാമോ? ഡ്രാഗൺ ഫ്രൂട്ട് അധികം കെയറിങ് ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ്. ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. മെയിനായിട്ട് സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടുന്ന ഒരു സ്ഥലത്തായിരിക്കണത് പ്ലാന്റ് ചെയ്യേണ്ടത്. സൺലൈറ്റ് ആണ് ഇതിന് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ വെള്ളം ചെറിയ അളവിൽ മാത്രമേ ആവശ്യമുള്ളൂ. ഞാനിവിടെ ആഴ്ചയിൽ 2 തവണയൊക്കെ നനയ്ക്കാറുള്ളൂ. വളം ജൈവ വളങ്ങൾ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. രാസവളങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട് നല്ല വലിപ്പം ഉണ്ടാവും, പക്ഷേ അതിന് ടേസ്റ്റ് കുറവായിരിക്കും, അതിൻ്റെ മധുരത്തെ ബാധിക്കും രാസവളങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഞാൻ ഈ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സാണ് കൂടുതലും കൊടുക്കുക. ഈ പച്ചച്ചാണകം, കപ്പലിൻ്റെ പിണ്ണാക്ക്, ശർക്കര, ഇതൊക്കെ കലക്കി വെച്ചിട്ട് 7 ദിവസം കഴിഞ്ഞ് അതിൻ്റെ സ്ലറി എടുത്ത് ഡൈല്യൂട്ട് ചെയ്ത് 2 ആഴ്ച കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കും. പിന്നെ ഈ പിണ്ണാക്കുകളും എല്ലുപൊടിയൊക്കെ മിക്സായ സൂപ്പർ മീൽ പോലത്തെ മിക്സ്ഡ് വളങ്ങൾ മാസത്തിലൊരിക്കൽ ഇട്ട് കൊടുക്കും. അത്രേ വളത്തിൻ്റെ കാര്യം ചെയ്യാറുള്ളൂ. പിന്നെ സൺലൈറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അത് ഒട്ടും ഷെയ്ഡില്ലാത്ത ഡയറക്റ്റ് സൺലൈറ്റ് തന്നെ കിട്ടണം. എങ്കിലും അതിൻ്റെ ഈ തണ്ടുകളൊക്കെ നല്ല വണ്ണം വെച്ചിട്ട് പെട്ടെന്ന് ഫ്ലവറിങ് ആവുള്ളൂ, ഫ്ലവറിങ് ഫ്രൂട്ടൊക്കെ ആവുള്ളൂ. എന്തെങ്കിലും ഷെയ്ഡിൽ നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ തണ്ട് വണ്ണം വയ്ക്കാതെ വളരെ ഇങ്ങനെ സൂക്ഷിച്ച് വന്നിട്ട് അത് ഇതിനൊരു ഹെൽത്ത് ഉണ്ടാവില്ല, ഫ്രൂട്ടാവുകയില്ല. അപ്പോൾ അതൊരു മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഷെയ്ഡില്ലാത്ത സ്ഥലത്ത് പ്ലാന്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ തണ്ടിൽ ഫംഗസ് വരും. അതിന് മാസത്തിലൊരിക്കൽ ഏതെങ്കിലും ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് വെയിൽ നല്ല ആവശ്യമുള്ള ഒരു പ്ലാന്റ് ആണെങ്കിൽ കൂടി, ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ വേനൽക്കാലത്തെ വെയിലിൻ്റെ ചൂട് ഭയങ്കര ശക്തിയായ ചൂടായതുകൊണ്ട് അത് 2 വർഷമായിട്ട് ഇതിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. അത് ഇതിൻ്റെ തണ്ടൊക്കെ ഗ്രീൻ കളറിൽ നിന്ന് ഒരു യെല്ലോ കളറിലേക്ക് ടേൺ ചെയ്തിട്ട് അത്രയും ഭാഗം ഈ വെയിലിൻ്റെ ശക്തി കൂടണതനുസരിച്ച് ചീച്ചൽ പോലെ വന്ന് തണ്ട് നശിച്ചു പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ എന്തെങ്കിലും ഷെയ്ഡ് കൊടുക്കുക. ഗ്രീൻ നെറ്റോ, തെങ്ങിൻ്റെ വാഴയുടെ ഒക്കെ ഇല, ഉണങ്ങിയ ഓല ഒക്കെ വെച്ചിട്ട് ഷെയ്ഡ് കൊടുക്കുക. പിന്നെ വെള്ളം മുകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഈ ചൂടിനെ. പിന്നെ അത് മഴക്കാലമാകുമ്പോൾ അതെടുത്ത് മാറ്റുകയും വേണം, അല്ലെങ്കിൽ ഫംഗസ് വരും. അത്രയൊക്കെ ഇതിൻ്റെ കെയറിങ്ങിൽ ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഇതിനെ കാണാനും ഇതിൻ്റെ ആയുസ്സും, ആ ഫ്ലവറിൻ്റെ ആയുസ് ഒരു നിശാഗന്ധി പൂ പോലെ, നിശാഗന്ധി പൂവിനോട് സാമ്യമാണ്.
രാത്രിയാണ് വിരിയുക. നേരം വെളുക്കുമ്പോൾ ആ പൂവ് ചുരുങ്ങിയും പോവും. ആ ഒരു സമയത്ത് രാത്രിയാണ് ഇത് പോളിനേഷൻ നടക്കുകയും ചെയ്യുന്നത്. ആദ്യമൊക്കെ ഞാൻ തന്നെ പോളിനേഷൻ ചെയ്യും. രാത്രി 11 മണിക്ക് പോയി ഹാൻഡ് പോളിനേഷൻ ചെയ്യാറാണ് പതിവ്. പിന്നെ ഇപ്പോൾ ഫ്ലവർ അധികമായപ്പോൾ ഇൻസെക്ട്സ് വന്ന് തന്നെ പോളിനേഷൻ നടക്കുന്നുണ്ട്. എന്നാലും ഗോഡ്സില്ല എന്ന് പറഞ്ഞൊരു വെറൈറ്റി ക്രോസ് പോളിനേഷനിലൂടെ ആ ഫ്ലവർ ഫ്രൂട്ട് ആവുള്ളൂ. അത് അപ്പം ഞാൻ മറ്റ് വെറൈറ്റികളിൽ നിന്ന് ഇതിൻ്റെ പൂമ്പൊടി കളക്ട് ചെയ്തിട്ട് പിന്നെ ബോട്ട്സിലേക്ക് കളക്ട് ചെയ്ത് വെച്ച് ബോട്ട്സിലേക്ക് നമ്മൾ ഹാൻഡ് പോളിനേഷൻ ചെയ്ത് കൊടുക്കും. അപ്പോഴാണ് അതിൻ്റെ ആ ഫ്ലവർ ഫ്രൂട്ടായി കിട്ടാറുള്ളൂ. റോയൽ റെഡ്, മലേഷ്യൻ റെഡ്, മെക്സിക്കൻ റെഡ്, അമേരിക്കൻ ബ്യൂട്ടി, ഇതൊക്കെ സെൽഫ് പോളിനേഷനിൽ വരുന്ന വെറൈറ്റികളാണ്. അങ്ങനത്തെ നോക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ പോളിനേഷൻ്റെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട വീടുകളിലൊക്കെ വെക്കുമ്പോൾ. അല്ലെങ്കിൽ പിന്നെ തേനീച്ചക്കൂട് അങ്ങനത്തെയൊക്കെ ഇതിൻ്റെ അടുത്ത് കൂടി സെറ്റ് ചെയ്താലാണ് കൂടുതൽ പോളിനേഷൻ നടക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഹാൻഡ് പോളിനേഷൻ ചെയ്യേണ്ടി വരും. പിന്നെ ഇതിൻ്റെ തണ്ടാണെങ്കിൽ നിറയെ മുള്ളുകളോട് കൂടിയിട്ടാണ് വരുന്നത്. ആ മുള്ളുള്ള ഭാഗത്തു നിന്നാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുന്നത്. ആ ഫ്ലവർ ഫ്രൂട്ട് ആയാലും ഫ്രൂട്ട് ആവാതെ കൊഴിഞ്ഞു പോയാലും അതോടൊപ്പം ആ മുള്ളും കൂടി കൊഴിഞ്ഞു പോകും. പിന്നെ ആ ഭാഗത്ത് പിന്നീട് ഫ്ലവറിങ് ഉണ്ടാവില്ല. പിന്നെ വേറെ മുള്ളുള്ള ഭാഗത്താണ് ഫ്ലവർ വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മിനിമം ഒരു 4-5 വർഷമൊക്കെ ആയൊരു തണ്ടിൽ കൂടുതൽ ഫ്രൂട്ട് ഉണ്ടാവാൻ സാധ്യല്ല. മുള്ളുകൾ കൊഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ആ തണ്ടിൽ ഫ്രൂട്ട് ഉണ്ടാവില്ല. അങ്ങനത്തെ തണ്ടുകൾ പിന്നെ പുതിയൊരു പ്ലാന്റിന് വേണ്ടിയിട്ട് മുറിച്ച് നടുക ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ല മൂപ്പെത്തിയ തണ്ടുകളായിരിക്കും. ഇത് ഇസ്രായേൽ യെല്ലോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതിൻ്റെ ഉള്ളിൽ വൈറ്റും പുറമേക്ക് യെല്ലോ, അങ്ങനെയാണ് ഇതിൻ്റെ കളർ വരുന്നത്. നല്ല ടേസ്റ്റാണിത്. മറ്റേ റെഡിനേക്കാളും ഒന്നും കൂടി മധുരമുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് ഇതിൻ്റെ. കാണാനും നല്ല ഭംഗിയാണ്. റെഡ് കുറച്ച് ഉരുണ്ട ടൈപ്പാണെങ്കിൽ ഇത് ഇതിൻ്റെ ഷേപ്പ് കുറച്ച് നീണ്ടിട്ട് ഒരു ഫ്ലവർ പോലെ തോന്നാം. നല്ലൊരു ഭംഗിയാണ് കാണാനും. ലോങ്കൻ ഉണ്ട്. ലോങ്കൻ 3 വെറൈറ്റി ഉണ്ട്. 4 സീസൺ, വൈറ്റ് ലോങ്കൻ, ഡയമണ്ട് റിവർ. പിന്നെ മാവുകൾ തായ്ലൻഡിൻ്റെ നാംഡോക്ക് മായി, പിന്നെ കാറ്റിമോൺ, ബനാന മാംഗോ, സൂപ്പർ ക്യൂൻ, പ്രിയൂര്, കൊളംബ്, ജഹാംഗീർ, പിന്നെ വൈറ്റ് മൂവാണ്ടൻ, കാലാപ്പാടി, ഇത്രയാണ് മാവുകളുള്ളത്. പിന്നെ ചാമ്പ, ബാലി ചാമ്പ, ഡൽഹരി, പിംപോങ്, ജംബോ പിങ്ക്, തായ്ലൻഡ് റെഡ്, ഗ്രീൻ, വൈറ്റ്, ഉമർ ചാമ്പ, ഇത്രയാണ് ചാമ്പ. പിന്നെ പേര വെറൈറ്റീസ് മുന്തിരിപ്പേര, സ്ട്രോബെറി പേര, ലക്നൗവിൻ്റെ പേര, തായ് പിങ്ക്, അർക്ക കിരൺ, ജപ്പാൻ പേര, കിലോ പേര, ഇത്രയൊക്കെയാണ് പേരകളുള്ളത്. പിന്നെ ബേറാപ്പിള്, പിന്നെ ഫിഗ്, ഇസ്രായേൽ ഫിഗ്, ഡയാന, അങ്ങനെ 2 വെറൈറ്റി ഫിഗാണ്. പിന്നെ ഇത് ഓറഞ്ച്, മാൻഡ്രിൻ ഓറഞ്ച്, കമല ഓറഞ്ച്. പിന്നെ ബുഷ് ഓറഞ്ചിൻ്റെ തന്നെ വെരിഗേറ്റഡ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബുഷ് ഓറഞ്ചിൻ്റെ തന്നെ ഹൈബ്രിഡ്, അങ്ങനെ 3 വെറൈറ്റി, 3 ടൈപ്പ് ഉണ്ട്. പിന്നെ ഇസ്രായേൽ ഓറഞ്ച്, ഈ തായ് സ്വീറ്റ് മാൾട്ട മുസംബി, അങ്ങനെ 2-3 വെറൈറ്റി മുസംബി. ഇപ്പം മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞ ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു റിസോർട്ടിൽ പോയൊരു അന്തരീക്ഷമാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതിൻ്റെ പേരൊന്നും ഇങ്ങനെ ഒറ്റയടിക്ക് പറഞ്ഞാലൊന്നും ഞാൻ ഓർത്ത് വെക്കില്ല. പിന്നെ കുറേയൊക്കെ അറിയാവുന്നത് ലുലുവിൽ കണ്ടിട്ടും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്കും ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. പുതിയ കുറേ ഫ്രൂട്ട്സിൻ്റെ പേര് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അത്രയേ ഉള്ളൂ. താങ്ക് യു.